ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നാഗേശ്വരന്റെ സംവിധാനത്തിൽ വരുന്ന പ്രഭാസ് ചിത്രം അങ്ങനെ റിലീസായിരിക്കുകയാണ്. ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. മഹാഭാരതത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി, വേറെ ലെവല്. പ്രഭാസിന്റെ റോള് ഭയങ്കര സസ്പെൻസ് ആണ്. ഇതിൽ കുറെ ക്യാമിയോസ് വരുന്നുണ്ട്, എല്ലാം കിടലുമായിട്ടുണ്ട്. ബാഹുബലി അതിനേക്കാളും ബെറ്റർ ആണ്. എല്ലാം പൊളി സാധനം, ഹോളിവുഡ് ലെവലിലാണ് എടുത്തേക്കുന്ന പടം. സൂപ്പർ, ഒന്നും പറയാനില്ല. മപ്പ് പടം 100% വിജയം, അതിൽ കുറഞ്ഞൊന്നും ഇല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം തിയേറ്ററിൽ വന്ന് തന്നെ ഈ മൂവി കാണണം, അത്ര കിട്ടില്ല പടം. ഓ രക്ഷയില്ല. പക്ഷെ അമിതാഭ് ബച്ചനാണ് ഇതിലെ ടോപ്പ്. അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല ബിൽഡപ്പിൽ കൊണ്ടുപോകും. സെക്കൻഡ് ഹാഫ് നമ്മളെ ഹിന്ദു മിത്തോളജിയുടെ പവർ, ആ ഒരു പ്ലോട്ടിൻ്റെ പവർ എന്താണെന്ന് ഈ സിനിമ ഉണ്ടാവും. VFX ഒക്കെ ഒരു രക്ഷയില്ല, പക്കാ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. കമലഹാസന്, പ്രഭാസ്, പിന്നെ ഫസ്റ്റ് ഒരു കൃഷ്ണൻ്റെ സീനൊക്കെ ഉണ്ട്, അതൊക്കെ പക്ക ഹൈ ആണ്. മൊത്തത്തിൽ നല്ല പടമാണ്. DQൻ്റെ ഒരു ക്യാമറകൾ കുഴപ്പമില്ല, പക്ഷേ നമ്മളെ വിജയ് ദേവരകൊണ്ടേരെയും ഒരു ക്യാമിയോ ഉണ്ട്, അത് നല്ലൊരു ക്യാരക്ടറാണ് അങ്ങേര് കിട്ടിയത്, അതും നന്നായിട്ടുണ്ട്. അല്ല, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ആക്ച്വലി ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മൂവി ഒന്നുമല്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഷോ സ്റ്റീലായിട്ട് എനിക്കിപ്പം ആസ് ഓഫ് നൗ തോന്നിയത് അമിതാഭ് ബച്ചനാണ്. കമൽഹാസന്റെ ഇൻട്രൊഡക്ഷൻ പോലെ ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അറിയാം എങ്ങനെയാണ്. കുഴപ്പമില്ലായിരുന്നു. പിന്നെ കമൽഹാസനുണ്ട്. കമൽഹാസനാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിലാണ് ഏറ്റവും അവസാനം പടം നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കൊള്ളാം. ഫസ്റ്റ് ഹാഫിനെ കാട്ടി സെക്കൻഡാണ് കൊള്ളാം എന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് നമ്മൾ ഇറങ്ങിയാൽ കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. നല്ല ഫിലിം, പക്ക ഹോളിവുഡ് ലെവൽ സ്റ്റഫ്, ഈക്വലായിട്ട് കഥയുണ്ട്, എല്ലാം VFX എല്ലാം അടിപൊളി എല്ലാം കിടിലം. ചെയ്തു വെച്ചേക്കുന്ന എല്ലാവരും അടിപൊളിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. എല്ലാവരുടെ അഭിനയായാലും VFX എല്ലാം പക്ക. ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ലെവലായിട്ട് ഹോളിവുഡ് ലെവൽ എന്ന് പറയാൻ പറ്റുന്ന വേറൊന്നും വന്നിട്ടില്ല. DQൻ്റെ ക്യാമിയോ നല്ലതായിരുന്നു. അതിലും അപ്പുറം വേറെ കുറേ ക്യാമിയോകളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ക്യാമിയോകളും നല്ലതായിരുന്നു. നല്ല പടം, അടിപൊളിയായിരുന്നു, ഉഗ്രനായിരുന്നു. ശരിക്കും ഇത് മൂവി അമിതാഭ് ബച്ചൻ്റെ പടം പോലെ. സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് ആകുമ്പോഴാണ് പ്രഭാസിൻ്റെ കൂടെ ആവുന്നത്. ഉണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു. മ്യൂസിക് പിന്നെ മീറ്റിംഗ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം, വേറെ ഒന്നുമില്ല ഇവിടെ പറയാൻ. വിശ്വാസമാണ്. ചില നെഗറ്റീവ് ആളുകൾ പറയും, അത് വിശ്വസിക്കരുത്. നല്ല പടം, അടിപൊളിയായിരുന്നു. നല്ല പടമാണ്. ആടുജീവിതം നമ്മുടെ മലയാള സിനിമയുടെ മുഖച്ഛായ മാറ്റിയെന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യൻ സിനിമയുടെ തന്നെ മാറ്റും. അത്രയ്ക്ക് റേഞ്ച് മേക്കിംഗ് ആണ്. നമ്മളിപ്പോൾ മാർവൽ, DC അങ്ങനത്തെ പടങ്ങൾ എക്സ്പെക്ട് ചെയ്ത് അറിയാമല്ലോ നമുക്ക് അതിൻ്റെ മേക്കിംഗ്, അതിൻ്റെ ഇരട്ടി ലെവൽ മേക്കിംഗ് ആയിരുന്നു. VFX എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ആദിപുരുഷൊക്കെ കണ്ടിട്ട് ചെല്ലുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ ഇന്ത്യക്കാർ എത്രത്തോളം ആയിരിക്കും അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന്. പക്ഷേ ഇത് നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് ലെവലിലുള്ള VFX ആൻഡ് മേക്കിംഗ് വൈസ് ഒന്നും പറയാനില്ല. അതിനെ ഈ ഇന്ത്യൻ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സായിട്ട് കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ മൈൻഡ് ബ്ലോയിങ്. പ്രഭാസ്, നമ്മൾ സലാർ അങ്ങനെയുള്ള പടം കണ്ടുവരുമ്പോൾ നമുക്ക് അയാളുടെ ആക്ടിങ്ങിനെ കുറിച്ചൊരു ലെവലുണ്ട്, പക്ഷേ ഇതിൽ ഒന്നും പറയില്ല, അത്ര കിടിലമായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആടുജീവിതം മലയാള സിനിമയുടെ മുഖച്ഛായ മാറ്റിയെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഒരു പടമായിരിക്കും ഇത്, ഉറപ്പാണ്. ഒത്തിരി ഇഷ്ടമായി. എനിക്ക് ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ അടുത്ത ഇഷ്ടപ്പെട്ട സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. എന്താ പറയുക, വിഷ്വൽ ട്രീറ്റൊക്കെ സൂപ്പറായിരുന്നു. എല്ലാവരും, ഒത്തിരി ആൾക്കാരുണ്ട് ഇതിനകത്ത്, എല്ലാവരും നല്ല ഗ്ലാമറസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ലാഗായിട്ട് ഫീൽ ചെയ്തു, സെക്കൻഡ് ഹാഫ് അടിപൊളി. ബ്രോ, ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജ് ആണ്. ആവറേജ് എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമുക്ക് തോന്നുന്നു ഈ ആദിപുരുഷ സാവൊക്കെ പോലെ ബോംബാവുമെന്ന്. പക്ഷേ സെക്കൻഡ് ഹാഫ് നാഗേശ്വരൻ നല്ലോണം അത് പുള്ളിയിട്ടുണ്ട്. ഡയറക്ഷൻ നല്ല മികവുണ്ട്, നല്ല രീതിയിൽ നമ്മളെ ക്യാപ്ചർ ചെയ്തിരുത്താൻ പറ്റിയിട്ടുണ്ട്. കുറേ മൂവീസിനൊക്കെ ഒരുപാട് കോപ്പിയുണ്ട്. കാരണം മാഡ് മാക്സ് ഫ്യൂറി, അവെഞ്ചേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, മെട്രിക്സ് റീലോഡഡ്, ഇതെല്ലാം ഒരുപാട് മിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പക്ഷെ എന്നാൽ പോലും ബോറടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടെങ്കിൽ പോലും ആ സിറ്റുവേഷൻ വെച്ചിട്ട് അത് ജെല്ലാവുന്നുണ്ട്.
വലിയ തെറ്റില്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്ലൈമാക്സ് മനോഹരമായിട്ടുണ്ട്. പ്രഭാസിൻ്റെ അഭിനയം നല്ലതാണ്. അമിതാഭ് ബച്ചൻ ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ്, ഹ്യൂജ് പ്രസൻസാണ്. കമൽഹാസൻ്റെ കുറച്ച് കുറവാണെങ്കിലും കമൽഹാസൻ വരുന്ന സീനൊക്കെ ഭയങ്കര മാസീവ് സീൻസാണ്. പക്ഷെ അല്ലാതെ ഓവറോൾ ഗ്രാഫിക്സ് ഹാറ്റ്സ് ഓഫ് കിട്ടില്ല. നമ്മൾ ലോർഡ് ഓഫ് ദി റിങ്സ് ഒക്കെ കണ്ട ആ ഒരു ലെവൽ ഗ്രാഫിക്സ് ആണ്. ഹ്യൂജ്, ഭയങ്കര ഭയങ്കര ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ്. സൗണ്ട് എഫക്ട്സ് വളരെ മനോഹരം. 3D കാണാൻ നേരം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു മൂവി വന്ന് കാണുന്ന രീതിയിൽ വന്ന് കാണുക. പിന്നെ അതിൽ കീറി മുറിച്ചിട്ടൊന്നും കാര്യമില്ല. നല്ല ഒന്ന് തിയേറ്ററിൽ വന്ന് എല്ലാവർക്കും കാണാനുള്ള ഒരു സംഭവമുണ്ട്. കൽക്കി നല്ല മൂവിയാണ്. അത് ഫാൻറ്റസി ഫിക്ഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ മിത്തോളജി ആയിട്ട് അവർ ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കൊള്ളാം. മലയാളം ഡബിങ് കുഴപ്പമില്ല, കൊള്ളാം. നല്ല മൂവിയാണ്. പ്രഭാസും അമിതാഭ് ബച്ചനും ഒക്കെ സൂപ്പറായിട്ട് ആക്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. ഒന്നും കൂടെ കാണണമെന്നുണ്ട്. ടിക്കറ്റ് എടുക്കണം. നൈസ് പടമാണ്. കൊള്ളാം, ഒത്തിരി ഇഷ്ടപ്പെട്ടു. VFX അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ മേക്കിംഗ് നെക്സ്റ്റ് പാർട്ടുണ്ട്, ബാക്കിയിൽ കാണിക്കുമല്ലോ സെക്കൻഡ് പാർട്ടിലാണ്. കൊള്ളായിരുന്നു, നൈസായിരുന്നു. നൈസായിരുന്നു. പ്രഭാസിൻ്റെ അഭിനയം ബാഹുബലിക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. പ്രഭാസിന് രാജമൗലിയായിട്ടുള്ള ഒരു കോംബോ ഉണ്ട്. അത് ട്രോൾ ആയാലും നൈസാണ് സംഭവം. നന്നായിട്ടുണ്ട്. പടം വേറെ ലെവലാണ്. നാഗശുവിൻ്റെ പടത്തിൽ നമ്മൾ ഈ ഒരു ലെവലിൽ പ്രതീക്ഷിച്ചതല്ല. മഹാനദി സിനിമയ്ക്ക് ശേഷം നാഗശു എടുക്കുന്ന ഒരു പടമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലാണ് ഒരു ക്ലാസ് ആയിട്ട് ലെവൽ വിചാരിച്ചു വന്നത്. പക്ഷേ അങ്ങനെ ഒന്നും അല്ല. അമ്മാതിരി മേക്കിംഗ് ഹോളിവുഡ് ലെവലിൽ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. വിഷ്വൽസ് ആണെങ്കിൽ ഇല്ല, ഒരു രക്ഷയില്ല. ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആവും. കണ്ടുകൊണ്ടിരിക്കുക മസ്റ്റ് വാച്ച് പടമാണ്. അവർ ഇന്ത്യൻ സിനിമ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പടം ആ ലെവലിലാണ് എടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഓരോ സീനാണെങ്കിലും ഓരോരുത്തരുടെ ക്യാരക്ടറാണെങ്കിലും ക്യാമിയോസ് ആണെങ്കിലും എല്ലായിടത്തും അതിനനുസരിച്ചുള്ള ലെവലിൽ തന്നെ എടുത്തിരിക്കുന്നത്. പാർട്ട് 2 മൊത്തം ഉള്ളത്. വേറെ ലെവലാണ്. ഡബിങ് മാക്സിമം തമിഴ് കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. തമിഴോ ഹിന്ദിയോ തെലുങ്കോ ആ ഒരു മലയാളമാണ് കണ്ടത്. മലയാളം 3D ഒക്കെ പക്കിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വിഷ്വൽസ് എല്ലാം ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. ആ ഒരു രീതിയിലെടുക്കുന്നത്. നാഗശ്വരും ഈ ഒരു ലെവലിൽ ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് ഇവരെ വിശ്വസിച്ച് ചെയ്തതിന് ഏറ്റവും വലിയ ഹാറ്റ്സ് ഓഫ് കൊടുക്കുന്ന ഒരു പടമാണ്. ആ ലെവലിൽ എടുത്തിരിക്കുന്നത്. ഈ 600 കോടി എന്ന് പറഞ്ഞത് അതിനുള്ള എല്ലാം ഉണ്ട്. ഒരു രൂപ പോലും വേസ്റ്റ് ആക്കാനോ ഒന്നുമില്ല. ആ ലെവലിൽ ആ പടം എടുത്തിരിക്കുന്നത്. ഡയറക്ഷൻ്റെ ആണെങ്കിൽ എല്ലാം സെക്കൻഡ് പാർട്ടിലാണ് മെയിൻ എല്ലാം ഉള്ളത്. బాగుందండి, సూపర్. కల్కి ఈజ్ వెరీ వెరీ అల్టిమేట్. అసలు ప్రభాస్కి బాగుంది. ప్రభాస్ కన్నా నెక్స్ట్ అశ్వత్థామ అమితాబ్ బచ్చన్ రోల్ అయితే సూపర్గా ఉంది.